ഹലോ, ക്രിസ്മസ് സ്പെഷ്യലായി ഫുൾ ചിക്കൻ റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. ചിക്കൻ എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞെടുക്കാം. ഇത് തിരിച്ചിട്ടിട്ട് വരയാം. മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കും. ഇത് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. ബട്ടർ ചേർത്ത് മാരിനേറ്റ് ചെയ്താൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, സവാള അരച്ചത്, ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, പാപ്രിക്ക പൗഡർ. ഇത് ചുമന്ന ക്യാപ്സിക്കത്തിൻ്റെ പൗഡറാണ്. അപ്പം ഇതിന് പകരം ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയാണെങ്കിലും ചേർക്കാം. ഡ്രൈ റോസ്മേരി ലീഫ്, നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. നമ്മൾ ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഈ റോസ്മേരി ലീഫ് ചേർക്കണം, നല്ലതാണ്. അതിനൊരു നല്ല പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് ആ ലീഫിന്. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഈ മസാലകളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ടി തൈര് കൂടി ഈ മസാലയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. രണ്ട് സൈഡ് മസാലകൾ തേച്ച് പിടിപ്പിക്കുക. ഞാനിത് രാത്രിയിലാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു രാത്രി മുഴുവനും ഫ്രിഡ്ജിൽ ഇതിന് വെച്ചിരിക്കും. പിറ്റേ ദിവസത്തേക്കാണ് ഇത് റോസ്റ്റ് ചെയ്യാൻ എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ 12 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ എരിവും ഉപ്പും മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. 2 ബോയിൽഡ് എഗ്ഗ് കൂടി ഇതിലേക്ക് സ്റ്റഫ് ചെയ്യുന്നുണ്ട്. ഒലിവ് ഓയിലാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ബേ ലീഫ് കൂടി ചേർത്ത് കൊടുത്ത് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം ചിക്കൻ്റെ 2 ഭാഗവും ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ഫ്രൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് 2 സൈഡും ആദ്യം ഫ്രൈ ചെയ്തിട്ട് നമ്മൾ പിന്നീട് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇത് കൂടുതൽ കുഴഞ്ഞു പോവില്ല. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. കുറച്ച് സമയം കൂടി മൂടി വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. സൈഡിലിരിക്കുന്ന എണ്ണയും മസാലയൊക്കെ ചിക്കനിലേക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇതിലെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സോസ് കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ചില്ലി ഫ്ലേക്സ്, റോസ്മേരി ലീഫ്, ഒലിവ് ഓയിൽ, നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ഒരു പുളിയുള്ള സോസാണിത്. അപ്പം ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ സൈഡായിട്ട് ഞാൻ വെജിറ്റബിൾ സാലഡ് എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുമാണ് ഈ റോസ്റ്റഡ് ചിക്കൻ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ചെയ്യണം. താങ്ക് യു.